Hi friends, welcome back to my channel. ഇന്ന് മത്തങ്ങ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു രുചികരമായ മത്തങ്ങ തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കാം. മത്തങ്ങ തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. കഴിവതും എല്ലാം ഒരേ സൈസിന് തന്നെ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എല്ലാം ഒരേ സമയത്ത് തന്നെ അത് വെന്ത് കിട്ടും. ഇനി ഈ തോരനിലേക്ക് വേണ്ട ഒരു കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു 1/2 കപ്പ് തേങ്ങാ ചിരകിയതും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 അല്ലി വെളുത്തുള്ളി ചേർക്കാം. എരിവുള്ള ഒരു പച്ചമുളക്. അപ്പോൾ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 3 പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും ചേർക്കാം. അതുപോലെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് എല്ലാം ഒന്ന് ചതഞ്ഞ് വരുന്ന പരുവത്തിൽ നമുക്ക് മിക്സിയിൽ ഒരു 3-4 തവണ പൾസ് ചെയ്തെടുത്ത് വെക്കാം. എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു കാസ്റ്റ് അയൺ പാനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. അതിനോടൊപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി മത്തങ്ങ നന്നായിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മത്തങ്ങ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഈ തോരനിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ അടച്ചു വെച്ചൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ മത്തങ്ങ ഒരു പകുതി വേവായിട്ടുണ്ട്. സാധാരണ നമ്മൾ മത്തങ്ങ വെച്ചിട്ട് മത്തങ്ങ എരിശ്ശേരി അല്ലെങ്കിൽ മത്തങ്ങ പുളിങ്കറിയോ അല്ലെങ്കിൽ മത്തങ്ങ ചേർത്തിട്ടുള്ള പരിപ്പ് കറിയൊക്കെയാണല്ലോ തയ്യാറാക്കാറുള്ളത്. അപ്പോൾ ഒരു തവണ മത്തങ്ങ തോരൻ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് പകുതി വേവായതിനു ശേഷം ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർക്കാം. തേങ്ങാക്കൂട്ട് ചേർത്തിട്ട് ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്യേണ്ട. അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആ തേങ്ങയിലേക്ക് നന്നായിട്ട് ആവി കയറി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ അടച്ചു വെച്ചേക്കാം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തേങ്ങാക്കൂട്ടും മത്തങ്ങയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ മത്തങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.